എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അനീഷ് കാറ്റാടി. ഞാൻ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി ചില പ്രൊജക്റ്റുകൾ ഈ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഭാഗമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഒന്ന്, കായിക പരിശീലനം. നമ്മുടെ യുവജന ക്ലബ്ബുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളിലെ 7 ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കായിക പരിശീലനം നടക്കുന്നുണ്ട്. ഫുട്ബോളാണ് പരിശീലനം. അത് കാരപ്പുറം VMM ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പരിശീലനം നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ബഹുമാനപ്പെട്ട മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ അവറുകളാണ് ആ കായിക പരിശീലനം ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ ആ ദിവസം തന്നെ നീന്തൽ പരിശീലനം നമ്മുടെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനം പാലുണ്ട കുഷപ്പേഡ് സ്കൂളിൽ വെച്ച് ഈ നീന്തൽ പരിശീലനം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവർ അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പരിപാടിയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ OP ഉദ്ഘാടനവും ഈ വരുന്ന ചൊവ്വാഴ്ച 10 മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂത്തേടം കഷായപ്പടിയിലുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ വെച്ച് ഈ ജീവിതശൈലി രോഗങ്ങളുടെ സ്പെഷ്യൽ OP ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. രാവിലെ 10 മണിക്ക് തന്നെ ആ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പരിരക്ഷാ രോഗികളുടെ ഒരു സംഗമം നടക്കുന്നുണ്ട്. അത് ഈ മാസം 27-നാണ് ആ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബഡ്സ് സ്കൂളിലെയും അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറിയിലെയും ഓപ്പൺ ജിംനേഷ്യം അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനങ്ങൾ ഈ മാസം അവസാന ഘട്ടത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ അങ്കണവാടികളിലെ കുരുന്നുകളുടെ അങ്കണവാടി കലോത്സവം ഈ മാസം 28-ാം തീയതി കാരപ്പുറം VMM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നിലമ്പൂർ നിയോജക മണ്ഡലം MLA ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ആ പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽ മേഖലയിലുള്ള ഒരുപാട് വിദ്യാസമ്പന്നരായ യുവതീ-യുവാക്കൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ ഭാഗമായി 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ PSC കോച്ചിങ് പരിശീലനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 29-ാം തീയതി ബുധനാഴ്ച വിവിധ സെൻറ്ററുകൾ വെച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. അതിൻ്റെ സെൻറ്ററുകൾ തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് വരക്കോട് ഭാഗത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഉച്ചക്കുളം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചും അതോടൊപ്പം തന്നെ മരംവെട്ടിച്ചാൽ ഭാഗത്തുള്ള അല്ലെങ്കിൽ അതുപോലെ കാറ്റാടി ഭാഗത്തുള്ള ST വിഭാഗക്കാർക്ക് നമ്മുടെ ചാപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന വെറ്റിനറി ഡിസ്പെൻസറിയിൽ വെച്ചും അതുപോലെ തന്നെ മൂച്ചിപ്പരത മേലേക്കാരോട് പ്രദേശങ്ങളിലുള്ള ST വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ST ആയ ആളുകൾക്ക് വേണ്ടിയുള്ള PSC കോച്ചിങ് മൂച്ചിപ്പരത അംഗൻവാടിയിലും വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പുതിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ PHC കെട്ടിടത്തിൻ്റെ ന്യൂ ബ്ലോക്കിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ മാസം 31-നോ അല്ലെങ്കിൽ നവംബർ മാസം ആദ്യവാരത്തിലോ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതും ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ തീക്കടി അംഗൻവാടി കെട്ടിട ഉദ്ഘാടനവും ഈ മാസം അവസാനത്തിലോ നവംബർ ആദ്യവാരത്തിലോ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് എന്നും എക്കാലത്തും മൂത്തേടം പഞ്ചായത്ത് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും ഈ മാസം നടക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം പ്രവർത്തികളും പദ്ധതികളുമാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ അവസാന ഘട്ടത്തിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തികൾ എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ തീക്കടി അങ്കണവാടി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പ്രവൃത്തി ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ സമർപ്പണ ഉദ്ഘാടന പരിപാടികളിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.